ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ആരാന്ന് വഴിയെ മനസ്സിലാക്കി തരാം. അതാണ് സർപ്രൈസ്. ബേഗിലെല്ലാം കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഇറങ്ങിയാൽ കുറച്ച് കോമഡിയായി. ഈ കേക്ക് ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് മുന്നേ ഓർഡർ ചെയ്ത് വീട്ടിലെത്തീന്. എന്നിട്ട് ഇത് പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ കേക്കിന്റെ പാക്കേജ് ആണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. വന്നപാട് ഇത് പറഞ്ഞു നല്ല പാക്കേജ് എന്ന് പറഞ്ഞാണ്. പക്ഷേ ഓർഡർ ചെയ്തത് തിരുവള്ളൂർ ഹണി കേക്ക് എന്നാണ്. കേക്കിനെ സൂപ്പറാണ്, പാക്കേജ് ഭയങ്കര സൂപ്പർ തന്നെ. പക്ഷെ ഇതിൽ പറ്റിയ കവറില്ല. കവറിന് പരിധി ഇത് ചെരിഞ്ഞു പോയിനൊന്നും അറിയില്ല. ഇനിയിപ്പോ കേക്ക് തുറക്കുമ്പോൾ കാണാം അത് മറിഞ്ഞിട്ടാണ് ചെന്നിട്ടാണ്. ഇത് ഒരാണ് നമ്മൾ ഇതിൽ കയറ്റിയതാണ്. നമ്മൾ വിചാരിച്ച് നടക്കാമെന്ന്. പക്ഷേ ഇനി ഓട്ടോ വിളിക്കണം. പിന്നെ അവർ വടകര എത്തി എന്ന് പറഞ്ഞു. ആർക്കാ സർപ്രൈസ് വെക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, അത് നമുക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നടന്നു നടക്കണേ. ബൈ, ഇനി അവിടെ എത്തിയിട്ട് കാണാം. ബൈ. ഞാൻ പോയിരുന്നില്ലേ, തോളിപ്പാടും തീരുന്നില്ല. നമ്മള് അക്ഷമയായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് ക്ഷമയില്ല, തീരെ ഇല്ല നമുക്ക്. കുറേ നേരമായി നമ്മള് ഓരോ ഓട്ടോ വിചാരിക്കും ഒരാൾ. അതെ, ഇത് വരുന്നില്ല. ഇത് എത്ര സമയമായി ഇത് എന്നാലും ട്രെയിൻ ഇറങ്ങിയിട്ട് വരുന്നുണ്ട്. വെൽക്കം 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 വെൽക്കം. കൺഗ്രാറ്റ്സ്. കൈമുട്ടടോ. എങ്ങനെയുണ്ട്? സർപ്രൈസ് ആയാ? അതായത് ഞാൻ വരുന്ന സമയത്തൊന്നും വിചാരിച്ചിട്ടില്ല. ഇവൻ നിച്ചൂട്ടെ എന്നെ 2-3 പ്രാവശ്യം വിളിച്ചു നോക്കി. അതായത് വടകര എത്തുന്ന സമയം ഞാൻ ഇവൻ്റെ പറഞ്ഞു ഒരു ഏകദേശം ഒരു 4 മണി. ആ സമയത്തിന് ശേഷം ഓണിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് 2-3 പ്രാവശ്യം. ഇതുവരെ ഓൻ അങ്ങനെ വിളിച്ചു കേൾക്കില്ല. അതൊക്കെ ചെറിയൊരു ഡൗട്ട് തോന്നി. പോപ്പറല്ല പ്രതീക്ഷിച്ചു. അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ പോപ്പർ ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഇവര് പൊട്ടൂല. നമ്മള് വിചാരിച്ച ദീപമായിരിക്കും പൊട്ടിക്കാത്തത്. നമ്മളിങ്ങനെ സർപ്രൈസ് കൊടുത്ത് ഞെട്ടിപ്പോയില്ല. കുറച്ചെല്ലാം ഞാൻ ഞെട്ടീനി. സന്തോഷായി. ഇപ്പൊ നമ്മൾ അടുക്കളയിലെത്തി മീനുണ്ടാക്കുന്നത്. അതാണ് സ്വർഗം. ഇവന്റെ നല്ലൊരു എനക്കും തിന്നാന്ന് പറഞ്ഞ ഇഷ്ടമല്ല. അതാണ് മറ്റേ മന്തി അങ്ങനത്തെ ഒന്നും ഇഷ്ടാണ്. പക്ഷേങ്കില് എന്താ പറയാ, അതന്നെ അതെല്ലാം കഴിക്കുന്ന സാധനം. നമ്മള് മന്തിയെല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മീനോട് ഭയങ്കര ഇഷ്ടം. അത്രേ പറയുള്ളൂ. ഞാൻ ഒരു കൊല്ലം എങ്ങനെയാ സഹിച്ചു നിന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞ് മനസ്സിലാവൂല. മാസായി കണ്ടിട്ട്.
അതന്നെ ഞാനിപ്പോ ഇവിടുന്ന് പോയിട്ട് ഏകദേശം കറക്റ്റ് ഞാൻ പറയട്ടെ ജൂൺ 23-ാം തീയതി ഞാൻ ഇവിടുന്ന് പോയിനു. ഇല്ല ശരിക്കും ഇല്ല വന്നിട്ടില്ല. ഇവര് ചേച്ചൻ ചമ്മി അങ്ങോട്ട് വരുവാണ്ട് ഇവനും ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഗുന മൊത്തം ഫാൻസ് ആയിരുന്നു ഇന്ന് ഇവൻ ഗുരുവായൂർ പോയി ഇങ്ങോട്ട് വന്ന് ഫുൾ അറിയാത്ത ആൾക്കാരില്ല മൊത്തം ഇവന് പിന്നെ എന്ത് ഫാൻസ് വന്നിട്ടുള്ള ഇങ്ങനെ എത്തിയാ മതി എന്നുള്ളൊരു മീനും ചോറും കഴിക്കാനാ ഇവൻ ഇവിടെ വരുന്നെ. എന്റെ കയ്യിലൊരു സാധനം ഉണ്ട്, പക്ഷെ ഞാനിപ്പോ അത് വെളിപ്പെടുത്തൂല. ഒരു ക്ലൂ, ചെറിയൊരു ക്യൂ കൊടുത്തേ. എന്നാ കൊടുക്കണ്ടേ? ഒന്ന് കാണിച്ചു കൊടുത്തു. അന്ന് കാണിച്ചു അല്ല നമ്മള് തിരുവോണം കഴിഞ്ഞിട്ട് നമ്മള് വീഡിയോ അപ്ലോഡ് ആക്കും. ഇതിപ്പോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാ ഞാൻ നിർത്തൂല കേട്ടോ ഇത് തുടങ്ങിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളിന്റെ നല്ല രസമുണ്ട്. ഉള്ളിന്റെ ഓറ് പറഞ്ഞു കുരുമുളകുണ്ട് ഇവിടെ. പറ എടാ എനിക്ക് നമ്മള് സംഭവം കേക്കല്ലേനും വിചാരിച്ച എനിക്ക് പിന്നെ മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ലല്ലേ. ഇവനിപ്പൊ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെ മധുരം തിന്നാൻ പറ്റുന്നേന്ന്. നമ്മളെന്താന്ന് വിചാരിച്ച വലിയ ആവൂല അല്ലേ. അതായിട്ടാണെങ്കിൽ പിന്നെ ഇവന്റെ പിന്നെ നമ്മള് വിചാരിച്ചു പിന്നെ വിചാരിച്ച എന്തായാലും ഒരു സന്തോഷല്ലേ ഇതാക്കാം. മധുരത്തിൽ തീരട്ടെ. മധുരത്തിൽ തീർന്നിട്ടില്ല. തീരട്ടെ മിഡിലാവട്ടെ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷം. ഇനി വൈകാതെ വേറൊരു വിശേഷമായിട്ട് ഞങ്ങളിൽ അറിയിക്കും. അപ്പോ ബൈ.